ഹായ് ഫ്രണ്ട്സ്, ടെക്സോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് രണ്ട് 2.1 ആംപ്ലിഫയർ ബോർഡുകൾ പരിചയപ്പെടാം. നിങ്ങൾ സ്വന്തമായിട്ട് ലോ ബഡ്ജറ്റിൽ ഒരു 2.1 ആംപ്ലിഫയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഇനേബിൾ ആക്കിയിടുക. നിങ്ങൾ ഇമേജിൽ കാണുന്ന രണ്ട് ബോർഡും 2.1 ആംപ്ലിഫയർ ബോർഡുകളാണ്. അത് തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, അതെന്താണെന്ന് പിന്നീട് പറയാം. ഈ രണ്ട് ആംപ്ലിഫയർ ബോർഡിലും യൂസ് ചെയ്തിരിക്കുന്നത് TPA 3116D2 എന്ന സ്റ്റീരിയോ ഓഡിയോ IC ആണ്. ഡേറ്റാ ഷീറ്റ് പ്രകാരം 4 ohmസിൽ 50 വാട്ട്സിൻ്റെ രണ്ട് ചാനലാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇത്തരത്തിലുള്ള രണ്ട് IC ആണ് ഓരോ ബോർഡിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒരു IC സ്റ്റീരിയോ മോഡിൽ ലെഫ്റ്റ് റൈറ്റ് ചാനലിന് വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നു. 50+50 വാട്ട്സാണ് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. രണ്ടാമത്തെ IC ബ്രിഡ്ജ് ചെയ്ത് സബ്വൂഫർ ചാനലിന് വേണ്ടി കൊടുത്തിരിക്കുന്നു. 4 ohmസിൽ 100 വാട്ട്സാണ് സബ്വൂഫർ ചാനലിൻ്റെ ഔട്ട്പുട്ട് പറയുന്നത്. ക്ലാസ് D IC ആയതുകൊണ്ട് തന്നെ എഫിഷ്യൻസി വളരെ കൂടുതലാണ്. അതുപോലെ ഹീറ്റിംഗ് ഇഷ്യൂ കുറവാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ബെറ്റർ ആയിട്ടുള്ളൊരു ഓഡിയോ ക്ലാരിറ്റിയും ഈ ഒരു ബോർഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, വളരെ ഈസി ആയിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അധികം കണക്ഷൻസോ അല്ലെങ്കിൽ സോൾഡറിങ്ങോ ഒന്നും ഇതിൽ വരുന്നില്ല. ഇൻപുട്ട് ഔട്ട്പുട്ട് കണക്ഷൻസിനെല്ലാം തന്നെ സോക്കറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ 3 പൊട്ടൻഷ്യോമീറ്റേഴ്സ് അല്ലെങ്കിൽ 3 വോളിയം കൺട്രോളേഴ്സ് നിങ്ങൾക്ക് അതിൻ്റെ ഫ്രണ്ടിൽ കാണാം. അതിൽ ആദ്യം വരുന്നത് ലെഫ്റ്റ് റൈറ്റ് ചാനലിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടാമത്തെ പൊട്ടൻഷ്യോമീറ്റർ സബിൻ്റെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. മൂന്നാമത് വന്നിരിക്കുന്നത് മാസ്റ്റർ വോളിയം, അതായത് 3 ചാനലിൻ്റെയും കൂടെ വോളിയം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പൊട്ടൻഷ്യോമീറ്ററാണ്. പിന്നെ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി നിങ്ങളിപ്പോൾ കാണുന്ന ആ ഒരു ബോർഡിൽ ഓഡിയോ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി 3.5mm ഒരു ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു കേബിൾ വഴി നമുക്കതിലേക്കുള്ള ഓഡിയോ ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു USB പാനലിൽ നിന്നോ അല്ലെങ്കിൽ ഓക്സ് സോക്കറ്റിൽ നിന്നോ ഒക്കെ ബോർഡിലേക്ക് ഓഡിയോ ഇൻപുട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു ബോർഡിലേക്കുള്ള പവർ സപ്ലൈ നോക്കിയാൽ 12 to 24 വോൾട്ട് DC വരെ ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. 12 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 5 to 10 ആംപിയറിൻ്റെ പവർ സപ്ലൈ യൂസ് ചെയ്യുക. ഇനി അതല്ല 24 വോൾട്ട് ആണെന്നുണ്ടെങ്കിൽ 3 to 5 ആംപിയറിൻ്റെ പവർ സപ്ലൈ ആണ് സജസ്റ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് സെക്ഷൻ നോക്കിയാൽ അവിടെയും സോൾഡറിങ് ഒന്നും തന്നെ വരുന്നില്ല, കണക്റ്റേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ലെഫ്റ്റ് റൈറ്റ് ചാനലിൽ 4 ohmസിൽ 50 വാട്ട്സാണ് RMS റേറ്റിംഗ് വരുന്നത്. ഈ രണ്ട് ചാനലിലും നമുക്ക് 8 ഇഞ്ച് വരെയുള്ള സ്പീക്കേഴ്സ് ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സബ്വൂഫർ സെക്ഷനിൽ 8 ohmസിൽ 100 വാട്ട്സാണ് RMS റേറ്റിംഗ്. അപ്പോൾ അതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ട് വരുന്നത് 8 ohmസിൽ 150 വാട്ട്സ് RMS റേറ്റിംഗ് വരുന്ന 10 ഇഞ്ച് സബ്വൂഫർ ആയിരിക്കും. നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചിട്ട് ഓൾമോസ്റ്റ് മിക്ക സബ്വൂഫേഴ്സും ഡെയിൻറ്റി അല്ലെങ്കിൽ അവാർഡ്, ഓഡിയോ എക്സ് പോലുള്ള ഓൾമോസ്റ്റ് മിക്ക സബ്വൂഫറിനും ഈ ഒരു റേറ്റിംഗ് ആണ് വരുന്നത്. 8 ohmസിൽ 150 വാട്ട്സ് RMS. 8 ഇഞ്ചും 12 ഇഞ്ച് സബ്വൂഫറൊക്കെ ലോഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടുന്നത് 10 ഇഞ്ച് സബ്വൂഫറിലായിരിക്കും. ഈ ഒരു ബോർഡിൽ വേറെ ടോൺ കൺട്രോൾ സെക്ഷൻസ് ഒന്നും വരുന്നില്ല. സൈഡ് ചാനലിൻ്റെ ബാസ് ട്രബിൾ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതുപോലെ LPFന് വേണ്ടി NE5532 IC ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ് നമുക്ക് സബ്വൂഫർ ചാനലിൽ കിട്ടുന്നത്. ഈ ഒരു റെഡ് കളറുള്ള PCBയിൽ വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ആ ഒരു ബോർഡിന് ഏകദേശം 700 മുതൽ 1300 രൂപ ആ ഒരു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. നമുക്ക് ഓൺലൈനിലായിട്ട് അവൈലബിൾ ആണ്. അതിൻ്റെ പർച്ചേസ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു ബ്ലാക്ക് PCBയിൽ വരുന്ന ബോർഡിൽ ഇൻബിൽഡായിട്ട് അവർ ബ്ലൂടൂത്ത് ഓപ്ഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5 ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് സെപ്പറേറ്റ് ബ്ലൂടൂത്ത് റിസീവറിൻ്റെ ഒന്നും ആവശ്യമില്ല. ബോർഡ് വാങ്ങിച്ചാൽ ഈസി ആയിട്ടത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രൈസ് നോക്കിയാൽ ഏകദേശം 1700 രൂപ അടുത്ത് വരുന്നുണ്ട്. ഇതിൻ്റെയും ബൈ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇത്തരത്തിലുള്ള ബോർഡുകളുടെ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. അതുപോലെ ഓഡിയോ ക്ലാരിറ്റി ബെറ്റർ ആയിരിക്കും. പിന്നെ ഔട്ട്പുട്ട് പവർ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടൽ ഒരു 200 വാട്ട്സ് ഔട്ട്പുട്ട് പവർ നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയാവുന്നത്, എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു ബോർഡ് ഡാമേജ് ആയാൽ ഇതിൻ്റെ റിപ്പയറിങ് അല്ലെങ്കിൽ ട്രബിൾ ഷൂട്ടിംഗ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കൂടുതലായിട്ടും ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് XMD കമ്പോണൻസ് ആണ്.
ICO അല്ലെങ്കിൽ മറ്റ് കമ്പോണൻസ് ഒക്കെ ഡാമേജ് ആയാൽ അത് റീപ്ലേസ് ചെയ്യുന്ന കാര്യം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ICയുടെ അവൈലബിലിറ്റിയൊക്കെ മറ്റൊരു പ്രശ്നമാണ്. അപ്പം എന്തെങ്കിലും കാരണവശാൽ ഡാമേജ് ആയാൽ നമുക്ക് ഈ ഒരു ബോർഡ് വീണ്ടും യൂസ് ചെയ്യുന്ന കാര്യം കുറച്ച് പാടായിരിക്കും. പിന്നെ ഡാമേജ് ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവർ കറക്റ്റ് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വോൾട്ടേജോ ആംപിയറൊക്കെ കൊടുക്കുക. ട്രാൻസ്ഫോമറിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ SMPS ആയിരിക്കും. 12 വോൾട്ട് 10 ആംപിയറിൻ്റെ SMPS യൂസ് ചെയ്യുക, അല്ലെങ്കിൽ 24 വോൾട്ട് 5 ആംപിയറിൻ്റെ SMPS യൂസ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ബഡ്ജറ്റഡ് ആയിട്ട് ഒരു 2.1 ആംപ്ലിഫയർ വളരെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡ് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.